നമസ്കാരം. മീഡിയ വണ്ണിന്റെ വോട്ട് വഴിയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂരിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊപ്പം വിശിഷ്ടമായ ഒരു അതിഥിയുണ്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ കമലാണ് ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സർ, സ്വാഗതം മീഡിയ വണ്ണിന്റെ വോട്ട് വഴിയിലേക്ക്. സർ, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം അഭിമുഖീകരിക്കുകയാണല്ലോ. സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു യഥാർത്ഥ പ്രാധാന്യം? എനിക്ക് തോന്നുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ അരക്ഷിതാവസ്ഥയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചോളം എല്ലാ മേഖലകളിലും, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം തൊഴിലില്ലായ്മ, അതുപോലെ നോട്ട് നിരോധനം മൂലം ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി, അത്തരം ഘടകങ്ങളുള്ളപ്പോൾ തന്നെ ദേശസുരക്ഷയുടെ പേര് പറഞ്ഞ്, രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളും ദളിതരും സ്ത്രീകളടക്കമുള്ള വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വർഗീയതയുടെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കുന്ന രീതിയിലേക്കുള്ള ഫാസിസ്റ്റ് കടന്നാക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. BJPയുടെ MP സാക്ഷി മഹാരാജ് പറഞ്ഞ കാര്യങ്ങളറിയാം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു MP തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു സൂചനയാണ്. അതിനെതിരെ പ്രധാനമന്ത്രിയോ ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു സൂചന തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൗരൻ്റെ വോട്ടവകാശമാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അതാണ് നിഷേധിക്കുന്നത്. ദാറ്റ് മീൻസ് ജനാധിപത്യം ഇല്ല എന്നാണ്, പൗരാവകാശം ഇല്ല എന്നാണ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നവർ. അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് യുവജനങ്ങളാണ്. ഏകദേശം എത്രയോ കോടിക്കണക്കിന് യുവാക്കൾ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ടവകാശമാണ്. അത് അവസാനത്തെ വോട്ടവകാശമായി മാറാതിരിക്കാൻ യുവാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട. കേരളത്തിൽ ഇത്തരം ചർച്ചകളും സംഭവങ്ങളൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പോലും അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ സാറടക്കം അതിൻ്റെ ഇരകളായിട്ടുണ്ട്. ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗയുടെ ആയാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് യഥാർത്ഥത്തിൽ ചർച്ചയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാഹിത്യകാരന്മാരും എഴുത്തുകാരന്മാരും കലാകാരന്മാരും പുരോഗമന രീതിയിൽ ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഈ സൂചന നേരത്തെ നൽകിയതാണ്. ഈ ഭീഷണി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആചാരത്തിൻ്റെ പേരിൽ, മതവിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവവിശ്വാസത്തിൻ്റെ പേരിലൊക്കെ തന്നെ എന്താ പറയുക, മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് പോളറൈസ് ചെയ്യുന്ന വിദ്വേഷ പ്രസംഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് കുറച്ച് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മലയാളികൾ പ്രത്യേകിച്ച് 2 തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളോട് പ്രതികരിച്ച് കാണുന്നത്. സംസ്ഥാനത്തിൽ ഒരു പ്രതികരണവും ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ എത്രത്തോളമാണ്? നമുക്കെല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റേ ദേശീയ തലത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കാര്യങ്ങളിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ വിരുദ്ധമായിട്ടുള്ള നടപടികൾ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷമാണ്. കോൺഗ്രസ് ഈ മൃദു ഹിന്ദുത്വവും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലുള്ള മൃദു സമീപനം എന്ന് പറയുന്നത് അപകട സൂചനയാണ്. ഇപ്പോൾ സാറിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് തന്നെ വന്നാൽ ഇവിടെ ഇന്നസെൻ്റ് ആണ് വീണ്ടും ജനവിധി തേടുന്നത്. സാറിനെ സംബന്ധിച്ചത് ഒരു സഹപ്രവർത്തകൻ കൂടിയാണല്ലോ. എത്രത്തോളം സാധ്യതയുണ്ട് അദ്ദേഹത്തിന് വീണ്ടും ചാലക്കുടിയിൽ? എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഇന്നസെൻ്റിനെ ആദ്യം മത്സരിക്കാൻ വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഇത്തവണയും പലയിടത്തും പോയിട്ടുള്ള ആളാണ്. ഇന്ന് രാവിലെ കൂടി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ. നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം, ഇന്നസെൻ്റ് ഏട്ടൻ വീണ്ടും തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടൊരു കാര്യമുണ്ട്. ഇന്നസെൻറ്റിന് പോലും അത് സംശയം ഉണ്ടായിരുന്നൊരു കാര്യമുണ്ട്, എനിക്കതിന് യോഗ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റേത് MP-മാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഒരു MP എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. MP ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ അപൂർവ MP-മാരിൽ ഒരാളാണ്. പൂർണ്ണമായും MP ഫണ്ട് വിനിയോഗിക്കുകയും അത് എത്തേണ്ട ഇടങ്ങളിലെത്തുക എന്നുള്ളതാണ്. MP ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടാകും, പക്ഷേ അത് ഏതൊക്കെ മേഖലകളിലാണ്, പ്രത്യേകിച്ചും ആതുര ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖലകളിലായാലും ശരി, സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ റോഡ് നവീകരണം, അങ്ങനെ ഈ മണ്ഡലത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നസെൻറ്റിൻ്റെ ജയസാധ്യത കൂടിയിരിക്കുകയാണെന്നുള്ളതാണ് ഒരു വിശ്വാസം.
തീർച്ചയായും ഇന്നസെൻ്റ് തിരിച്ച് MP ആയി വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റൈറ്റ്. എന്തായാലും ദേശീയ തലത്തിലടക്കം നിർണായകമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് ശ്രീ കമൽ പറയുന്നത്. വളരെ നന്ദി സർ, നിങ്ങളോടൊപ്പം ഈ വോട്ട് വഴിയിൽ അല്പനേരം സഹകരിച്ചതിന്. എന്തായാലും വോട്ട് വഴി പ്രയാണം തുടരുകയാണ്. മറ്റൊരിടത്ത് നിന്ന് വീണ്ടും കാണാം. നമസ്കാരം.